പുലർക്കാലത്തിൽ 1:15 എല്ലാവരും ഉറങ്ങുമ്പോൾ, കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ, ഇപ്പൊ നല്ല മഴയൊക്കെ ആണല്ലോ, അപ്പൊ നല്ല തണുപ്പായിരിക്കും. അപ്പൊ മൂടി പുതച്ച് കിടന്ന് ഉറങ്ങുന്ന നേരത്ത് എല്ലാവരും നല്ല ഉറക്കമാണ്, സുഖനിദ്രകൾ. ആ ഉറങ്ങുന്ന നേരത്ത് ഒരാള് ജയിൽ ചാടി. ഒരു പഞ്ചപാവം, ഒരു തെറ്റും ചെയ്യാത്ത പഞ്ചപാവം. തെറ്റ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല, അതുകൊണ്ട് തന്നെ അയാൾ ജയിൽ ചാടിയിരിക്കുന്നു. പഞ്ചപാവങ്ങൾ ജയിൽ ചാടട്ടെ അല്ലേ. പഞ്ചപാവം എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, സുപ്രീം കോടതിയിൽ ഇദ്ദേഹത്തിന്റെ കേസ് ചെന്നപ്പോൾ ഇദ്ദേഹം ഒരു പാവം യുവതിനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊന്നിട്ടുണ്ട്. തെറ്റ് ചെയ്യാത്ത മനുഷ്യനാണ് കേട്ടാ, അത് ഓർമ്മ വേണം. അപ്പൊ ഇദ്ദേഹം കൊന്ന കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ അവിടുത്തെ നിയമപാലകർ പറഞ്ഞ കാര്യമാണ്, ഒരു കൈ മാത്രമുള്ള ഈ പഞ്ചപാവത്തിന് ഒരു കൈ മാത്രമുള്ളൂ. അപ്പൊ ഒരു കൈ മാത്രമുള്ള ഈ പഞ്ചപാവത്തിന് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ സാധിക്കില്ല. സ്ത്രീയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് എന്ന് ആരോപിക്കുന്നതിന് തെളിവില്ല. ഒരു കൈ മാത്രമുള്ളൂല്ലോ, വികലാംഗനാണല്ലോ. അപ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതാണെന്ന് പോലും എന്താണ് ഉറപ്പ്? എന്താണ് അതിന് തെളിവ്? അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാൻ എങ്ങനെ ശക്തി കിട്ടി എന്നാണ് നിങ്ങൾ ഈ ആരോപിക്കുന്നത് പൊതുജനമേ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ അന്ന് അങ്ങനെയൊക്കെയാണ് വാർത്ത പോയത്. ഇപ്പൊ എന്നിട്ട് എന്തായി? ഈ പഞ്ചപാവം പരമദുഷ്ടൻ ഇപ്പൊ ജയിൽ ചാടിയത് കണ്ടില്ലേ? ഞാൻ പറഞ്ഞു വന്നത് ആരെ കുറിച്ചാണെന്ന് അറിയാമോ? ഗോവിന്ദച്ചാമി. അങ്ങേര് ജയിൽ ചാടിയിരിക്കുകയാണ് 1:15, പുലർച്ചെ 1:15 ഈ പരമദ്രോഹി ജയിൽ ചാടിയിരിക്കുകയാണ്. ഞാൻ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സൗമ്യ എന്ന് പറഞ്ഞ 23-കാരിനെ ഉണ്ടല്ലോ, 2011 വർഷത്തില് ഷൊർണൂർ പാസഞ്ചറിൽ വെച്ച് അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്ത് കൊലപ്പെടുത്തിയ ക്രിമിനലാണ് ഈ ഗോവിന്ദച്ചാമി എന്ന ഈ മനുഷ്യൻ. അന്ന് ആ വർഷം 2011 തൃശ്ശൂരിലെ അതിവേഗ കോടതി ബലാത്സംഗ കുറ്റത്തിനും കൊലപാതക കുറ്റത്തിനും മോഷണ കുറ്റങ്ങളും നിരവധിയുണ്ട്. ഒരു 15ഓളം കേസ് ഇയാളുടെ പേരിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കുറ്റങ്ങളൊക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്തുകയും ഇയാളെ പെട്ടെന്ന് തന്നെ ഈ സൗമ്യനെ കൊലപ്പെടുത്തിയതിന്റെ കാരണത്താൽ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഇത് കേരളത്തിലെ ഹൈക്കോടതി ശരിവെച്ചു. പക്ഷെ ആ സമയത്തൊക്കെ ഈ നമ്മുടെ എന്താ പറയണേ, ഈ പഞ്ചപാവത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ വന്നത് ആളൂരുന്ന വക്കീലാണ്. ആളൂരുന്ന വക്കീൽ ഇപ്പൊ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന് മോശമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ഈ ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ല, ശരിക്കും പറഞ്ഞ സൗമ്യയുടെ ഭാഗത്തുള്ള ആ നീതിയും സത്യവും എല്ലാം ഒരു കറുത്ത തുണി കൊണ്ട് മൂടി വയ്ക്കുന്നത് പോലെയായി മാറുകയായിരുന്നു. ആരും അറിയരുത്, സത്യം ആരും അറിയരുത്, ആ രീതിയിലുള്ള ഒരു കള്ളത്തരമാണ് അവിടെ നടന്നത്. പെട്ടെന്ന് സുപ്രീം കോടതിയിലേക്ക് ഈ കേസെത്തി കഴിഞ്ഞപ്പോൾ എന്തായി? അവിടെ ചെന്നപ്പോഴും ഇതേപോലെ തന്നെ ആളൂര് ശക്തമായിട്ട് വാദിച്ചു. നീതിമാനായ പാവത്താനായ പരമ സാധുവായ ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ട് വാദോരാതെ വാദിച്ചു അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കേസ് നേരെ തിരിഞ്ഞു. എന്താ തിരിച്ചല്? സൗമ്യ എന്ന് പറയുന്ന 23-കാരിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിന് തെളിവ് എവിടെ എന്നായി. പിന്നെ ഈ സൗമ്യ എന്ന് പറയുന്ന ഈ പെൺകിടാവ് ഈ ട്രെയിനിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ചാടിയതാണോ, സ്വന്തമായിട്ട് ചാടിയതാണോ? അത് ഇനി ഒറ്റക്കൈനായ ഈ ഗോവിന്ദച്ചാമിക്ക് തള്ളിയിടാനുള്ള ബലമോ കരുത്തോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഗോവിന്ദച്ചാമി എങ്ങനെ തള്ളിയിട്ടു എന്നാണ് ഇതിന് തെളിവ് എന്നൊക്കെ വരെയുള്ള വളച്ചൊടിക്കലൊക്കെ അവിടെ കടന്നു വന്നു. ഈ ദ്രോഹി അന്ന് ആ 23 വയസ്സുകാരിയുടെ ജീവിതം 2011 വർഷത്തിൽ ഇല്ലാതാക്കി തീർക്കുകയായിരുന്നു. ആ സത്യങ്ങളൊന്നും ആരും തിരഞ്ഞതുമില്ല, നോക്കിയതുമില്ല, കണ്ടെത്തിയതുമില്ല. അതൊക്കെ അങ്ങനെ മറച്ചു പിടിക്കൽ പോലുള്ള ഒരു പരിപാടിയായി പോയി. ആളൂര് വക്കീൽ അതിന് നല്ലതുപോലെ കൂട്ടു നിൽക്കുകയും ചെയ്തു. അതൊന്നും കണക്കിൽ വന്നില്ല. അങ്ങനെ തടവ് ശിക്ഷയിലേക്ക് ഒതുങ്ങിപ്പോയി. അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗോവിന്ദച്ചാമി പിന്നീട് ജീവപര്യന്തമായി ചുരുങ്ങി ഇങ്ങനെ ജയിലിൽ കിടക്കുകയായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റി, എന്നിട്ട് വസ്ത്രങ്ങളോ എന്തോ ഡ്രസ്സും കാര്യങ്ങളും തുണികളൊക്കെ കൂട്ടിക്കെട്ടി 7 മീറ്റർ ഉയരമുള്ള ജയിലാണ് ഈ പുള്ളി ചാടിയേക്കുന്നത്. 7 മീറ്ററേ. അപ്പൊ ഈ വികലാംഗനോ അല്ലെങ്കിൽ ഒരു കൈയുള്ള മനുഷ്യനോ എന്നുള്ള ആ ചിന്തയൊക്കെ ഇപ്പൊ സുപ്രീം കോടതി എന്ന് പറയുന്ന ആ വലിയൊരു സംഭവം സ്ഥലത്തിരിക്കുന്ന ആ നിയമപാലകര്, അന്നത്തെ ഈ കോടതി വിധിക്കുള്ളിലെ എന്തോ തീരുമാനങ്ങൾ എടുത്ത നിയമപാലകര് എന്തേ ഇപ്പൊ അതൊന്നും ആലോചിക്കുന്നില്ലേ? അന്ന് നിങ്ങൾ കണ്ടെത്തിയ ഈ ദുർബലനായ ഈ മനുഷ്യൻ തന്നെയാണ് ഇപ്പോഴും ജയിൽ ചാടിയിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അയാൾ തന്നെയാണ് സൗമ്യ എന്ന പെൺകുട്ടീനെ കൊന്നതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ ജയിൽ ചാട്ടം? അന്ന് നിങ്ങൾ ദുർബലനാണ്, ഒരു കൈയുള്ള മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ ആള് തന്നെയാണ് ഇവിടെ ജയിൽ ചാടിയിരിക്കുന്നത്. അല്ലാതെ അയാൾക്ക് വരെ വേറെ ഒരു അപരനൊന്നും അല്ല ചാടിയിരിക്കുന്നത്. കൊടൂരനായിട്ടുള്ളൊരു ക്രിമിനലാണെന്നുള്ളതിന്റെ തെളിവാണ് ഇദ്ദേഹം ചെയ്തു കൂട്ടുന്ന ഈ പ്രവർത്തികളൊക്കെ. നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൂ ജയിൽ ചാട്ടമൊക്കെ.
ഞാൻ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൂ. ഓരോ സിനിമകളും സീസൺ സിനിമ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, അർദ്ധരാത്രിയിൽ ആ സിനിമയിൽ മുഴുക്ക കാണിക്കുന്നതാണ് ജയിൽ ചാട്ടത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടില്ലേ എന്തുവല്ലേ നടക്കണേ, എന്താ അത്. ഇപ്പൊ പുള്ളി ജയിൽ ചാടിയൊക്കെയാണ്. ഇദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ നടന്ന ആളൊരു വക്കീൽ മരിച്ചും പോയി. ഇയാളാണെങ്കിൽ ജയിലിലൊക്കെ കിടന്ന് ഇച്ചിരി പ്രോട്ടീനൊക്കെ കഴിച്ച് ഇത്തിരി ഒന്നും സെറ്റായി. ഇനി പുറത്തിറങ്ങിയിട്ട് വേണം ഇതേപോലുള്ള പെൺകുട്ടികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ ഒന്നും കൂടി ഒന്ന് പീഡിപ്പിച്ച് ഇത്തിരി എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളി ചാടിയൊക്കെയാണ്. അപ്പോൾ പോലീസ് പരക്കം പായാണ്, പുള്ളിക്ക് പിന്നാലെ ഇങ്ങനെ പോലീസ് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കണം പിടിക്കാൻ വേണ്ടി. പിടിച്ചു കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ ജയിലിൽ തന്നെ കൊണ്ടുവന്ന് ഇടും. വീണ്ടും പുള്ളി അവിടെ കിടക്കും. കിടന്ന് പുള്ളി ഇങ്ങനെ ആലോചിക്കും, അടുത്ത വഴി ആലോചിക്കും. അപ്പോഴത്തേക്കും പുള്ളീനെ ഇറക്കാനായിട്ടുള്ള ഉന്നതന്മാരൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ആരായിരിക്കും ഈ ഉന്നതന്മാരെന്ന് നമുക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ അങ്ങനെ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, ഉന്നതന്മാർ, ഉന്നതർ, ഇതിന് പിന്നിൽ കൈകൾ എന്നൊക്കെ കേൾക്കുന്നുള്ളൂ. ആരാണ് വരുന്നുള്ളതിനെ കുറിച്ചൊന്നും ഈ കേസും കാര്യങ്ങളായിട്ട് പോകുന്നവരൊന്നും അന്വേഷിക്കുന്നില്ല, കണ്ടെത്തുന്നില്ല. ഇദ്ദേഹം ജയിൽ ചാടിയ സമയത്ത്, ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ സമയത്ത് അവിടെ വൈദ്യുതി ഉണ്ടായില്ല, കറണ്ട് ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെ കറണ്ട് ആ സമയത്ത് അവിടെ പോയി? അതും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഉള്ള സംഭവമാണ്. പുലർച്ചെ നമ്മുടെ പഞ്ചപാവം ജയിൽ ചാടിയിരിക്കുകയാണ്, രക്ഷപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പിടിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതായത് നമ്മുടെ നാടിൻ്റെ പ്രാർത്ഥന അങ്ങനെയാണ്. കാരണം 2011 ആ വേദനിപ്പിക്കുന്ന വാർത്ത ഇപ്പോഴും നെഞ്ച് ഉലയ്ക്കുകയാണ്. സൗമ്യയുടെ അമ്മ ഇടയ്ക്കൊക്കെ ഇപ്പം ആളൂർ വക്കീൽ മരിച്ച സമയത്ത് സൗമ്യയുടെ അമ്മയെ എല്ലാവരും ഇങ്ങനെ ഫോക്കസ് ചെയ്തിരുന്നു. അവരുടെ വാക്കുകളെ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി കേരള ജനം തന്നെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ അമ്മ അപ്പോഴും പൊട്ടിക്കരയുകയാണ്. അത്രയേറെ നെഞ്ചുലയ്ക്കുന്ന വേദന. 23 വയസ്സുള്ള പെങ്കൊച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചാണ്. ആ കൊച്ചിനെയാണ് ഈ നാറിയൊക്കെ ഇല്ലാതാക്കി കളഞ്ഞത്. അതൊന്നും ഒരിക്കലും ഒരാളും മറന്നു കളയില്ല, ഒരാളും മറക്കില്ല അതൊന്നും. എന്തായാലും ഇവിടുത്തെ നിയമത്തിനെയൊക്കെ നല്ലപോലെ ബഹുമാനിക്കുന്ന മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പുള്ളി ജയിൽ ചാടിയത്. നിയമവ്യവസ്ഥിതിയോട് പുച്ഛം തന്നെയാണ് പുള്ളിക്ക്, പരമ പുച്ഛം തന്നെയാണ്. പുള്ളിക്കറിയാം ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്താലും ഒരു ചുക്കും എന്നെ ആരും ഒരു പട്ടിക്കുഞ്ഞും ചെയ്യാൻ പോണില്ല എന്ന് പുള്ളിക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഉറപ്പിൻ്റെ പുറത്തൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്, ജയിൽ ചാട്ടവും. പുള്ളീനെ സംരക്ഷിക്കാനായിട്ട് കുറേ പേരൊക്കെ എവിടെയൊക്കെ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണിത്. അല്ലാതെ പുള്ളിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഈ മനുഷ്യനെ പെട്ടെന്ന് ഇങ്ങനെ ജയിലിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ടുള്ള ഓരോരോ പിന്തുണ, എനിക്ക് തോന്നുന്നു കറണ്ട് പോയതൊക്കെ അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ വരുന്നില്ലേ? കറണ്ട് പോയിരിക്കുന്നു, സെല്ലിലെ കമ്പി കട്ട് ചെയ്തിട്ടാണ് പുള്ളി ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ തുണികൾ കൂട്ടിക്കെട്ടി അത് 7 മീറ്റർ ഉയരമുള്ള അതിസുരക്ഷയുള്ള ജയിലാണെന്ന് ഓർക്കണം കേട്ടോ. അതും കൂടി ഓർമ്മ വേണം, എല്ലാം ഓർമ്മ വേണം.